നിന്റെ തടി അതൊരു പ്രശ്നം. നിന്റെ തടി കുറച്ചാൽ നിന്റെ പീസസ് മാറും. അപ്പൊ തടിയുള്ളവർക്ക് മാത്രമാണോ പീസസ് ഉണ്ടാവുക? അപ്പൊ ഈ ലീൻ പീസസ് എന്ന് വെച്ചാൽ എന്താ? തടി കുറയ്ക്കുന്നതിനോടൊപ്പം പീസസ് മാറ്റാൻ പറ്റുമോ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കോമൺ ആയിട്ട് പീസസ് ഉള്ള എല്ലാരും കേൾക്കുന്നതാണ്. അപ്പോ ഇതിനൊക്കെ നമ്മൊന്ന് സോൾവ് ചെയ്താലോ? എന്താണ് ഇതിന്റെ സത്യാവസ്ഥ നോക്കിയാലോ? സോ ഫസ്റ്റ് ഓഫ് ഓൾ, തടിയുള്ളവർക്ക് മാത്രമാണോ പീസസ് ഉണ്ടാവുന്നത്? അല്ല. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഫാമിലി ഹിസ്റ്ററി, സ്ട്രെസ്, പിന്നെ നമ്മുടെ പൂർ സ്ലീപ്പ് ക്വാളിറ്റി, ഇതൊക്കെ തന്നെ PCOSൽ ഒരു വലിയ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ, തടി കുറച്ചാൽ നമ്മുടെ PCOS മാറുമോ? ഇല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇതിലൊരു മേജർ ഫാക്ടർ. സോ അതിനെ മാനേജ് ചെയ്യാണ്ട് നമ്മുടെ PCOS നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഐ ആം വർഫ് വുമൺ എംപവർമെന്റ് ഫാക്കൽറ്റി അറ്റ് ഷുഗറില്ല. അപ്പോൾ ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പൊ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.